എന്ന് പറയുന്നത് പോലെ ഈ പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണെങ്കിലും ആണുങ്ങളുടെ വേണ്ടാതനത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ പറയേണ്ട സമയത്ത് പറയുക, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണം. എന്താ എത്ര പ്രയാസം? അതിനുള്ള കഴിവുള്ള നേതാക്കന്മാരൊക്കെ നമുക്ക് പഴയ നേതാക്കന്മാർ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കായിരിക്കുമല്ലോ അല്ലേ? ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ കണ്ടാലേ അയ്യോ കേരളം ഇത് എങ്ങോട്ട് പോകാൻ തോന്നുന്നു, നമുക്ക് പേടിയാ. കൊച്ചു പിള്ളേർ വരെ സ്കൂളിൻ്റെ പുറകെ ചെന്ന് മറഞ്ഞു നിന്നുകൊണ്ട് സിഗരറ്റ് വലി. ഇതൊക്കെ ആരാണ് ഇവനൊക്കെ കൊണ്ട് കൊടുക്കുന്നത്? ഞങ്ങളൊക്കെ പണ്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടേച്ച് അവിടെ അടുത്ത് നിൽക്കും. ഒരാൾ വന്ന് കയറിയാൽ ആരാ എന്താന്ന് ചോദിക്കും. ഇത്രയും കച്ചവടം നടത്താൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ എതിർവശത്തെ കടയിൽ പോയി മുട്ടായി വാങ്ങിച്ചോണം, നല്ല കട. ഇപ്പോൾ വഴിനീളമില്ല, ഉന്തുവണ്ടിയാണ് സ്കൂളുകളുടെയൊക്കെ നടയിൽ. ഇതിനകത്തൊക്കെ എന്താണ്? അതൊന്നും സമ്മതിക്കരുത്. ഇത്ര ഏരിയ അവിടോട്ട് കച്ചവടം ബാൻഡാന്ന് തന്നെ പറയണം. അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ഈസിയായിട്ട് സാധിക്കുമെന്നല്ലേ. അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. എല്ലാവരും അവരവരുടെ സാമ്രാജ്യം വളർത്താനുള്ളൊരു തത്രപ്പാടിൽ ഓടി നടക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിസ്സാരം എന്നുള്ള പേരിൽ വിട്ടുപോകുന്നത്. അതുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുട്ടികൾക്കിടയിൽ ഈ വയലൻസ് കൂടി വരിക, കൂടപ്പിറപ്പുകളെ അച്ഛനമ്മയൊക്കെ തന്നെ കൊല്ലുക, ഈ വാർത്തകൾ കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവാറില്ലേ? അയ്യോ കൊള്ളാം, എന്തുവാ ഈ പറയുന്നേ? ഒരു വീട്ടിലെ ഒരു സന്തതി വീട്ടിലുള്ള 5 പേരെ കൊല്ലുകയെ. അപ്പോൾ ഒരാളെ കൊന്നേച്ച് കൂളായിട്ട് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു ഞാൻ അടുത്തവനെ കൂടെ കൊന്നിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് പോകുന്നതല്ലേ അയാൾ പോകുന്നത്. എന്താണ് അവൻ്റെ മാനസിക പ്രശ്നം? ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അന്വേഷണമാണ്. തെളിവ് വേറെ വിദേശത്തെക്കാണ് ആരെങ്കിലും ഷേഡിയത്തെ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ട് അന്നേരം വെടിവെച്ച് താഴെ ഇടും. ഒരു തെളിവെടുപ്പും വേണ്ട, കൊന്ന ശവം നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ. എന്താ തെളിവ്? എന്തിനെ കൊന്നു, എങ്ങനെ കൊന്നു? ആ പറയുന്ന ആൾ തന്നെ പറഞ്ഞ് ഞാൻ തന്നെയാണ് കൊന്നത് 5 പേരെ എന്ന്. പിന്നെ എന്താ തെളിവ് വേണ്ടേ? അതല്ല, അങ്ങനെയല്ല. നമ്മൾ ഏത് വഴി കൂടെയാണ് ഈ കൊന്നത്, എങ്ങനെ കൊന്നു, ഇതിൻ്റെ പേരും പറഞ്ഞ് ഒരു 6 മാസം നടക്കും. അതെനിക്ക് പലപ്പോഴും സത്യം പറയുക, എനിക്കാകെ വിശ്വാസം എനിക്ക് ജുഡീഷ്യറിയില്ല. നല്ല ഈ വിധി പറയുന്ന ജഡ്ജിമാരും എല്ലാം ഇവിടെ ഉണ്ട്. അത്ര 6 മാസം 8 മാസം അത് കഴിഞ്ഞ് 7 കൊല്ലം ഇങ്ങനെയൊക്കെ ഒരു കേസ് താമസിക്കുമ്പോൾ നമുക്ക് തോന്നുക എന്തിനിങ്ങനെ ഇട്ട് വലിച്ചു നീട്ടുന്നേ? എവിടൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരം നടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് നടത്തി തീർക്കാൻ വേണ്ടിയാണോ എന്ന് തോന്നിയാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ കാര്യം വിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ അടുത്ത് അതെന്തമ്മ 2017-18 നടന്നല്ലേ, 2024 ഇതുവരെ ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നവന് നിയമത്തെപ്പറ്റി അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനെ കുറിച്ച് അറിയില്ലായിരിക്കാം. പക്ഷെ അത് സ്വാഭാവികമായ ഒരു സംശയമാണത്. എന്തിനാണ് ശിക്ഷിക്കാൻ ഇത്രയും സമയം? വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കുമോ? നമ്മൾ കണ്ടില്ലേ, അമേരിക്കയിലൊക്കെ റോഡിൽ പോകുമ്പോൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നേരെ പോലീസ് വെടിവെക്കുക, മുട്ടുകാരെ വെടിവെക്കുക, എടുത്തോണ്ട് പോവുക. അപ്പം അവിടെയൊക്കെ അങ്ങനെയായിപ്പോയി. അത്രയൊന്നും വേണ്ട, പക്ഷെ പിടിച്ചവനെ കൊണ്ടുപോയിട്ട് വലിച്ചു നീട്ടി ഇങ്ങനെ ജനം കാണുക കൊണ്ടു നടന്ന് ഇതൊന്നും ചെയ്യരുത്. അതാണ് എൻ്റെ അപേക്ഷ. എനിക്കറിയില്ല, ഈശ്വര വിവരമുള്ള നിയമജ്ഞന്മാർ തന്നെ പറയട്ടെ. തെറ്റ് ചെയ്തവന് ഏറ്റവും വലിയ ശിക്ഷ അപ്പം കൊടുക്കുക. അത് വലിയ പാർട്ടി നേതാവാകട്ടെ, അല്ലെങ്കിൽ മറ്റേന്താ പറയുക അല്ലാത്തവരാകട്ടെ. ഇതുപോലുള്ള ഇപ്പം ഇത്രയും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത്രയും ഒരു അക്രമവാസന, ലഹരിയാന്ന് പറഞ്ഞ് ഈ ലഹരി എവിടെ നിന്നാണ് വരുന്നത്? അത് ഞാൻ ചോദിച്ചു. അടുത്ത കാലത്ത് സത്യം പറയുകയാണ്, ഞാൻ പേര് പറയുന്നില്ല, ഒരു മന്ത്രിയോട് ചോദിച്ചു, സാറേ നമ്മൾ ഈ വിദേശത്ത് പോകുമ്പോൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ നഖം, കണ്ണ്, മൂക്ക്, കുന്തം, കുടച്ചക്രം, പാസ്പോർട്ട് സകലതും അവൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. അവിടെ വണ്ടിക്കകത്ത് നമ്മൾ ചെറിയ അപകടം പറ്റിയാൽ പോലും ടക്ക് എന്ന് അടിച്ചു നോക്കിയാൽ നമ്മുടെ കംപ്ലീറ്റ് ചരിത്രം അവരുടെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. എയർപോർട്ട് തൊട്ട് പിന്നെ അവൻ ബ്ലോക്ക് ചെയ്യും, അല്ലേ? നമ്മൾ പുറത്ത് കിടക്കാതെ. അത്രയുമൊക്കെ രാജ്യത്തുനിന്ന് വേറെ രാജ്യത്ത് പോകുമ്പോഴാണെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു സംവിധാനം കൊണ്ടുവന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിലൊന്ന് ചോദിക്കണം. ഒരാൾ വന്നു, അതിനെയും ഗുവാഹട്ടി എക്സ്പ്രസ്സിൽ വന്നിറങ്ങിയോ വേറെ വല്ലതും ജാംനഗറിൽ വന്നിറങ്ങിയോ അവിടുന്ന് റിസർവേഷൻ എടുക്കുമ്പോൾ ശരി നമ്മൾ ആധാറൊക്കെ കാണിച്ച് പോയി ആ ലിസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കണ്ടേ? ഇത്ര പേര് ഇന്ന കമ്പാർട്ട്മെൻറ്റിൽ 30 പേര് വരുന്നുണ്ട്, ആ ഒരു സംവിധാനം ഇവിടെ വയ്ക്കുന്നു. ഇവരെവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളിവിടെ താമസിക്കുന്ന അഡ്രസ്സ് എന്താ, ആരുമാണ്? അതൊക്കെ ഉത്തരവാദിത്വപരമായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നതിൽ ഒരു പരിധി വരെയെങ്കിലും ഇത് ചെയ്തവനാരാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ചെയ്തേച്ച് അവൻ അന്ന് രാത്രിയിലെ വണ്ടിക്ക് തിരിച്ചു പോവുക. അത് കള്ളത്തരമാകട്ടെ, മോഷണമാകട്ടെ, കൊലപാതകമാകട്ടെ, തീവ്രവാദമാകട്ടെ. എന്നിട്ട് അത് ചെയ്തവനൊക്കെ പോയി, ബാക്കിയുള്ള ഈ നാട്ടിൽ കിടന്ന് മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവരുടെയൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരും പറഞ്ഞ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അതാണ് എനിക്കൊരു ചെറിയ വിഷമം. കേരളം ആ സംഭവങ്ങളൊന്ന് ക്രമീകരിച്ച് കൊണ്ടുവരാൻ നമ്മുടെ ശ്രീ പിണറായി വിജയനെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീട്ടിൽ കുസൃതിയൊക്കെ കാണിച്ച് ഓടി നടന്നിരുന്ന
പ്യാരിലാലിന്റെ അനിയൻ, അതെ. പിന്നെ മകന്റെ പടത്തിൽ അഭിനയിക്കുക, മകന്റെ പടത്തിലൂടെ തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സിനിമയുടെ പ്രധാനിയാവുക. മോഹൻലാലിനെ പറ്റിയാണ് ഞാൻ പ്യാരിലാലിന്റെ എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായല്ലോ. ഈ ഇങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ച് അതിശയിച്ചു പോയിട്ടുണ്ടോ? എനിക്ക് ആ ലാലുവൊക്കെ ഇവിടെ വലിയ സൂപ്പർ താരമായിട്ട് വന്ന് പിന്നെ ഇങ്ങനെ എൻ്റെ മക്കളുമായിട്ട് സഹകരിക്കുക അന്ന് അങ്ങനത്തെ ചിന്ത വന്നിട്ടില്ല. ലാലു ഒരു കുസൃതി കൂടെ, പക്ഷെ ആള് മിടുക്കനാന്ന്, അസാമാന്യ കുശാഗ്ര ബുദ്ധിയാ. എല്ലാം മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെയൊക്കെ ഇരിക്കും. അതിപ്പോഴും ഉണ്ട്, എല്ലാം അറിയാം അദ്ദേഹത്തിന്. അത് അദ്ദേഹം നയിക്കുന്ന സംഘടനയിലെ പ്രശ്നങ്ങളും അറിയാം, പുറത്തുള്ള പ്രശ്നങ്ങൾ അറിയാം, സിനിമാ ഫീൽഡിലെ പ്രശ്നങ്ങൾ അറിയാം, ഈ രാഷ്ട്രീയപരമായ പ്രശ്നം എല്ലാം അറിയാം. ലാലു അത്ര മണ്ടനൊന്നുമില്ല, അതീവ ബുദ്ധിമാൻ. അത് കൊച്ചിലേ അതെ മിടുമിടുക്കനാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ സൈലൻ്റായിട്ട് അതെ അതെ എന്നൊക്കെ പറഞ്ഞിരിക്കും. നമ്മളൊക്കെ കൊലാന്ന് അതൊക്കെ പറയും. ഇതാണ് വ്യത്യാസം. അങ്ങനെ മിണ്ടാതിരിക്കാൻ ഒരു പ്രത്യേക ക്ഷമ വേണം. എനിക്ക് അത് പറ്റത്തില്ല. കാരണം എനിക്ക് സങ്കടം തോന്നുന്ന കാര്യങ്ങൾ ഞാനങ്ങ് പറയാം. അതിനകത്ത് ഞാൻ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന നേതാക്കന്മാർക്ക് തോന്നുമായിരിക്കും ശരിയാണല്ലോ ആ തള്ള പറഞ്ഞത്, നോക്കാം എന്ന് വിചാരിക്കും എന്നുള്ളൊരു ധാരണയും ആഗ്രഹവുമാണ് നമ്മുടെ, അല്ലേ? അപ്പം ഞാനിതുപോലെ പറയാം. അതേസമയം ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പറഞ്ഞാൽ കുറെ കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇപ്പം കുറച്ചുകൂടെ ഒക്കെ മോഹൻലാലൊക്കെ ഇൻവോൾവ് ചെയ്ത് തുടങ്ങി. ഞാൻ പറഞ്ഞതാ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പറയണം ഈ പിള്ളേരുടെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു പരസ്യവാചകം പറയുന്ന പോലെ അല്ല അവർ പറയേണ്ടത്. എനിക്ക് അവരോടൊക്കെ ഒരു അപേക്ഷയുണ്ട്. ഒരു വലിയ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരു പ്രസ്ഥാനം തുടങ്ങിക്കൂടെ? അല്ല, തുടങ്ങിയിട്ട് പിന്നെ ഈ സംസാരിക്കാൻ അറിയാൻ വയ്യാത്ത കുറേ പേര് അതിൻ്റെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. സംസാരിക്കാൻ കാര്യകാരണ സഹിതം അതിൻ്റെ ഗൗരവങ്ങൾ പറയാനും മനസ്സിലാക്കാനും സംസാരിക്കാൻ അറിയാവുന്നവർ വേണം അതിൻ്റെ കമ്മിറ്റി വരാൻ. അല്ലാതെ 3-4 പെൺപിള്ളേർ, സ്ത്രീ സമത്വം ഞാൻ ഈ ആദ്യം പറഞ്ഞാൽ അത് തുല്യ സംവരണം ഇതൊന്നും വേണ്ട. നല്ല അന്തസ്സായിട്ട് സംസാരിക്കുന്ന 2-3 ആണുങ്ങൾ മതി അതിനകത്ത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതൊരു പിക്നിക്ക് പോകുന്ന പോലെ വല്ലയിടത്തുമൊക്കെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് കറങ്ങാനുള്ള ഒരു ഉപാധിയാക്കി സംഘടനകളായാലും ശരി, രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ ശരി, അവനവൻ്റെ പ്രസ്ഥാനത്തെ മാറ്റാതിരിക്കുക. മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വ്യക്തികൾക്കൊന്നും അറിയാൻ വയ്യായിട്ടൊന്നുമല്ല. നല്ലതുപോലെ പുസ്തകം വായിക്കും. മോഹൻലാലും നല്ല എല്ലാ പുസ്തകങ്ങളും വായിക്കുകയും കൊച്ചിലെ മുതൽ കുസൃതിയെല്ലാം ഉണ്ട്. അതൊക്കെ വളരെ സത്യമാണ്. കാരണം നിലത്തൂടെ സഞ്ചരിക്കുന്നത് കുറവായിരുന്നു. ഒരു 6 വയസ്സ് വരെ മിക്കവാറും മരത്തിൻ്റെ ഇതിൽ അവിടെ കാണും, മാവി കാണും എന്നൊക്കെ ആയിരുന്നു എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞായിരുന്നു. പക്ഷേ ലാലുവിൻ്റെ ബുദ്ധിയും ലാലുവിൻ്റെ ഒരു ലോകപരിചയവും ലാലുവിനെ ഇത്രത്തോളം ഉയർത്തി. ഇന്ന് മോഹൻലാൽ പറയുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും അതെ. അല്ലാതെ ചുമ്മാതെ ഒരു ആളാവാൻ വേണ്ടി എന്തെങ്കിലും അത് മമ്മൂട്ടിക്കും ഇല്ല കേട്ടോ. മമ്മൂട്ടി എപ്പോൾ വളരെ കുറച്ചേ സംസാരിക്കത്തുള്ളൂ. പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ സെൻസിബിളായിട്ട് മമ്മൂട്ടി സംസാരിക്കും. അതൊക്കെയാണ് അവരുടെയൊക്കെ ഗുണങ്ങൾ. അതുകൊണ്ട് അവരുടെയൊക്കെ പേരാണ് ഉപയോഗിക്കുന്നത് സംഘടനയുടെ തലപ്പത്ത് വരാൻ. അല്ലാതെ അവരവിടെ പോയിരുന്ന് രാവിലെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇന്ദ്രജിത്ത് തൊട്ടിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോൾ നവോദയ അപ്പച്ചൻ വന്ന് സുകുമാരൻ ചേട്ടനോട് പടയോട്ടത്തിന് പറഞ്ഞ വാചകം ഇപ്പോൾ ഞാൻ പറഞ്ഞത്, എന്റെ പൊന്നപ്പച്ച ഞാൻ ഈ കുടുംബയൊക്കെ കിട്ടിയാൽ മഹാ ബോറായിരിക്കും. ഞാനുണ്ടെന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ അന്ന് സുഖമായിട്ട് മമ്മൂട്ടിയുമായിട്ട് വലിയ അടുപ്പമാണ്. ഒരു സുമുഖൻ അല്ല സുന്ദരൻ ഒരു കൊച്ചൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതാരാന്ന് ചോദിച്ചു അപ്പച്ചൻ. അപ്പോൾ പറഞ്ഞു ഈ പടത്തിനകത്ത് സ്ഫോടനം ഹീറോയാണ് അദ്ദേഹം, മിടുമിടുകനാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി വന്ന് കാണുന്നത്, എനിക്ക് എൻ്റെ ഓർമ്മ മമ്മൂട്ടി ഒരു പിങ്ക് കളറിലൊരു ടവലും ഒക്കെ പോയപ്പോൾ ഞാൻ ചോദിച്ചു വൈഫില്ലേ, ഇപ്പോൾ സുലു അന്ന് എന്തോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയൊക്കെയാണ്. അന്ന് തൊട്ട് കാണുകയാണ് മമ്മൂട്ടി. അന്ന് ചേച്ചി എന്ന് വിളിച്ച ആ വിളി ഇപ്പോഴും മമ്മൂട്ടി ചേച്ചി എന്ന് വിളിക്കുമ്പം അതിലുണ്ട്. പിന്നെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഈ കാണുമ്പോൾ ഒരു ഓവർ കാണിക്കുക, അത് ഞാൻ ആ പ്രദേശത്തോട്ടേ പോകത്തില്ല. കാരണം എനിക്ക് അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അറിയാം. ഒന്ന് നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ കുഞ്ഞെന്നൊക്കെ പറയാൻ 50 എണ്ണം എടുക്കാം. പക്ഷേ അതല്ല, നമ്മൾ സമയവും സന്ദർഭം അവരെ കാണാൻ ജനം ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അവരുടേതായ ലോകത്ത് അവരെ വിടുക. എനിക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ചെന്നാൽ പറ്റത്തില്ല, ഒരിക്കലും മമ്മൂട്ടി പറയത്തില്ല. 1 വരെ 10 എണ്ണം എടുക്കാമെന്ന് പറയും. അത്രയും എനിക്ക് അടുപ്പമാണ് മമ്മൂട്ടിയോടും ഭാര്യയോടും എല്ലാവരും. അത് ദുൽഖറൊക്കെ ഞാൻ അടുത്തിടപെടുന്ന സമയത്ത് കുഞ്ഞുങ്ങളാണ്. ഇപ്പം അവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാറായി പോയില്ലേ, അത് കാരണം അധികം കാണാറില്ല. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഈ പറയുന്ന പോലെ എവിടെയായാലും ശരി അവനവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്വയം കളയാതെ നോക്കുക. അത് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന്, അതല്ല ഐഡൻറ്റിറ്റി. നോ, അതിപ്പം എല്ലാ കാശുള്ള മുതലാളിമാരും മക്കളെ വെളിയിൽ അയച്ച് പഠിപ്പിക്കുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല.
നമ്മുടെ വേരെവിടെ നിന്ന് വരുന്നു, അല്ലേ? നമ്മളെ വളർത്തിയ രീതി എങ്ങനെ, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പെരുമാറുന്നത് എങ്ങനെ, ആരെയോട് നമുക്ക് കാര്യം പറയാം, പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷയിൽ അധികം വേദനപ്പെടുത്താതെ നോക്കുക. അതെല്ലാവർക്കും പറ്റത്തില്ല. മോഹൻലാൽ എൻ്റെ ഒന്നാമത്തെ ആളാണ്. ഒരിക്കലും മോഹൻലാൽ ആരെയും സംസാരിച്ചിട്ട് ഒരു ചൂടായി, അത് വീട്ടിലെന്തെങ്കിലും ആരോടെങ്കിലും ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ മൊത്തത്തിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ സംസാരിക്കുന്നില്ലേ, എന്താ മോനെ അത് പറയുന്നതൊക്കെ ഉള്ളിലറിയാൻ, നീ കാണിച്ചത് ശുദ്ധ വേണ്ടാതിനോന്നറിയാമെങ്കിലും അങ്ങനെ സംസാരിക്കും. അതൊരു കഴിവാണ്. ഏറ്റവും അധികം പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന. അയ്യോ, താങ്ക് യു മോനെ. എന്തായാലും മൂവി വേൾഡുമായിട്ട് എനിക്ക് ഇത്രയും എമ്പുരാനെ കുറിച്ച് പറയാൻ സാധിച്ചത് ഒരു വലിയ സന്തോഷം. എല്ലാവരോടും ഒറ്റ അപേക്ഷയേ ഉള്ളൂ, ഒരാളിൻ്റെ കഷ്ടപ്പാട്, മറ്റൊരാളിൻ്റെ പരിപൂർണ സമ്മതം, കാശ് മുടക്കി ഇങ്ങനെ വലിയൊരു ഒരു സംഭവം പടുത്തുയർത്താൻ കൊടുത്ത സപ്പോർട്ട്, ആൻ്റണിയും ലാലും എല്ലാവരോടും നന്ദി പറയാമെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഒപ്പം എല്ലാവർക്കും വേണ്ടി ഞാനങ്ങ് പ്രാർത്ഥിക്കുക, ഗംഭീരമായിട്ട് വരട്ടെ പടം. ഗംഭീരമാവട്ടെ. എമ്പുരാൻ മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കട്ടെ. അമ്മയുടെ നേരത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.